നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. തൊഴിലെടുക്കുന്നവരുടെ, പാവപ്പെട്ടവരുടെ, അശരണരായവരുടെ, നിശബ്ദരായവരുടെ ഒരു ശബ്ദമായി തന്നെ നമ്മുടെ ചാനൽ മാറിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ഞങ്ങൾക്ക് അഭിവാദ്യം അറിയിച്ചുകൊണ്ട് ഞങ്ങളെ മെസ്സേജുകൾ വഴിയും വാട്സപ്പ് വഴിയും കമൻറ്റുകൾ വഴിയും ഞങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. ഇന്ന് വീണ്ടും തൊഴിലുറപ്പിൻ്റെ മറ്റൊരു വീഡിയോ കൂടി ചെയ്യേണ്ടി വരുന്നു. തൊഴിലുറപ്പിൽ ജോബ് കാർഡ് ഉള്ളതുപോലെ, അതായത് തൊഴിലാളികൾക്ക് ജോബ് കാർഡ് ഉള്ളതുപോലെ ഉദ്യോഗസ്ഥർക്ക് ജോബ് ചാർട്ടുണ്ട്. ജോബ് ചാർട്ട് ഉണ്ടെന്ന് അനുസരിച്ച് ഏകദേശം വരുന്ന 10,000-ഓളം വരുന്ന ഉദ്യോഗസ്ഥരുണ്ട്. മിക്കവാറും മഹാഭൂരിപക്ഷവും കരാർ ഉദ്യോഗസ്ഥരാണ്. ഇത് കാര്യം സ്കീം ആയതുകൊണ്ട് എഞ്ചിനീയർമാർ, അതുപോലെ തന്നെ സൂപ്പർവൈസർമാർ, അതുപോലെ തന്നെ മേറ്റുമാർ എല്ലാവരും കരാർ ഉദ്യോഗസ്ഥരാണ്. അല്ലാതെ ആരും സ്ഥിരം ഉദ്യോഗസ്ഥരല്ല, സ്കെയിൽ ഓഫ് പേയിൽ വർക്ക് ചെയ്യുന്നവരല്ല. സർക്കാരിൻ്റെ സ്ഥിര ഉദ്യോഗസ്ഥർ എല്ലാവരും കരാർ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ കരാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള 5,000-ഓളം വരുന്നവർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 5%, അതായത് മൊത്തം അവരുടെ ബഡ്ജറ്റിൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ 5% കിട്ടുള്ളൂ. അത് പക്ഷേ നല്ല പൈസ വരും. കാര്യം കോടിക്കണക്കിന് രൂപയുടെ എക്സ്പെൻഡിച്ചർ ഒരു പഞ്ചായത്ത് ചെയ്യുകയാണെങ്കിൽ 5% എന്ന് പറഞ്ഞാൽ അത്യാവശ്യം 10-20 ലക്ഷം രൂപ, ചിലപ്പോൾ 30 ലക്ഷം രൂപ വരും. അവർക്ക് ശമ്പളവും മറ്റെല്ലാ കാര്യങ്ങളും, മുട്ടസൂചി മുതൽ തൊഴിലുറപ്പിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവർക്ക് പൈസ കാണും. പിന്നെ ആക്ഷൻ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് 5% വലിയ കുറവല്ല, പക്ഷേ ആ 5% എടുത്ത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എക്സ്പെൻഡിച്ചർ കുറഞ്ഞു പോയാൽ, ജോബ് കാർഡുകളുടെ എണ്ണം കുറഞ്ഞു പോയാൽ, തൊഴിലുറപ്പ് കൊടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു പോയാൽ ഇവരുടെ ശമ്പളത്തിനും പ്രശ്നം വരും. അതൊരു വലിയ വിഷയമാണ്. അതല്ല ഈ ജോബ് ചാർട്ട്. ജോബ് ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതുണ്ടായ സമയത്ത്, അതായത് നമ്മുടെ തൊഴിലുറപ്പുണ്ടായ സമയത്ത് ഒരു ജോബ് ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ ലെവലിലെ ഉദ്യോഗസ്ഥർ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ, ഡു ഓർ ഡോൺസ് എന്ന് പറയുന്ന ഒരു നിയമാവലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പഴഞ്ചനാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കേരളത്തിലെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എടുക്കാൻ ആരെങ്കിലും എനിക്ക് പരാതി അയച്ചാൽ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് എനിക്ക് ഇട്ടാൽ, അല്ലെങ്കിൽ ഒരു വിവരം തന്നാൽ, വാട്സപ്പ് വഴി തന്നാൽ, ഞാനതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണമല്ലോ. വെറുതെ ഞാൻ വീഡിയോ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഞാൻ അങ്ങനെ വെറുതെ ഉടായ്പ വീഡിയോകൾ ചെയ്യാനിരിക്കുന്ന ആളല്ല. അങ്ങനെ താഴേക്ക് പരിശോധിക്കുന്നതിന് പകരമായി ഞാൻ പല ഉദ്യോഗസ്ഥരെയും സ്നേഹബുദ്ധിയാൽ താഴെയുള്ളവരെ, മുതിർന്നവരെ എല്ലാവരും വിളിക്കാറുണ്ട്. മിഷനിലുള്ളവരെ ഉൾപ്പെടെ ഞാൻ വിളിക്കാറുണ്ട്. അങ്ങനെ എല്ലാവരെയും വിളിക്കുമ്പോൾ അവർ പലരും ഒരേ കാര്യത്തിന് വേണ്ടി പല വിശദീകരണമാണ് തരുന്നത്. ഉദാഹരണമായി ജോബ് കാർഡിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ തന്നെ പല വിശദീകരണമാണ്. 5ാമത്തെ ഖണ്ഡികയിലെ കാര്യം ചോദിക്കുമ്പോൾ തന്നെ പല വിശദീകരണമാണ്. അതുകൊണ്ട് പുതിയതായിട്ട് വന്നിരിക്കുന്ന തലമുറയിൽപ്പെട്ട ഏറ്റവും അവസാനമായി വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആകെ പുകയാണ്. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും ഉദ്യോഗസ്ഥനോട് ചോദിച്ചാൽ അത് എൻ്റെ ജോലിയല്ല, ഇത് അവൻ്റെ ജോലിയാണ്. ജോബ് ചാർട്ടിൽ വലിയ അവ്യക്തതയാണുള്ളത്. അതെൻ്റെ പരാതിയല്ല, ഉദ്യോഗസ്ഥരുടെ പരാതിയാണ്. അവരിൽ നിന്നാണ് ഞാൻ വിവരങ്ങൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി മിഷൻ ഡയറക്ടർ ഇതിൽ അലർട്ട് ചെയ്യണം. നിങ്ങൾ അടിയന്തരമായി ജോബ് ചാർട്ട് മാറ്റണം. അതിലാവശ്യമായ കലാനുസൃതമായ പരിഷ്കാരം വരുത്തണം. പക്ഷെ പരിഷ്കാരം വരുത്തുമ്പോൾ നിങ്ങൾ അവിടുത്തെ മിഷൻ ഡയറക്ടറേറ്റിലെ 4-5 ഉദ്യോഗസ്ഥർ ഇരുന്ന് കാര്യം ചെയ്താൽ പോരാ. നിങ്ങൾ വെബ്സൈറ്റ് വഴിയും നേരിട്ടും അല്ലാതെയും, ഈ 5,000 പേരല്ലേ ഉള്ളൂ, 60 ലക്ഷം പേരോ 100 ലക്ഷം പേരൊന്നും ഇല്ലല്ലോ, 1 കോടി ആളുകളൊന്നും ഇല്ലല്ലോ. ഈ 5,000 പേരിൽ നിന്ന് കൃത്യമായി ഫീൽഡ് വർക്കിൽ നിന്ന് നടത്തുന്നവരിൽ നിന്ന് വളരെ വളരെ വലിയ രീതിയിൽ മാതൃകാ പ്രവർത്തനം നടത്തുന്ന ഓഫീസർമാർ, പഴഞ്ചനായി ഒരു കാരണവശാലും ഗതി പിടിക്കാത്ത ഓഫീസർമാരുണ്ട്. അവരെയും വിളിച്ച് 2 കൂട്ടരെയും ചേർത്തുള്ള മനോഹരമായ ശില്പശാലകൾ 14 ജില്ലയിലും പറ്റുമെങ്കിൽ 14 ജില്ലയിലും നടത്തി, അതിനെ കൺസോളിഡേറ്റ് ചെയ്ത് സംസ്ഥാന തലത്തിൽ നടത്തി, ആ സംസ്ഥാന തലത്തിൽ നടത്തുന്നതിൽ മറ്റുള്ളവരെ കൂടി പങ്കെടുപ്പിക്കണം. മറ്റുള്ളവരെ കൂടി പങ്കെടുപ്പിച്ച് കൃത്യമായി ഒരു ജോബ് ചാർട്ടിൻ്റെ റീഡിസൈൻ ചെയ്യണം. ഇനി ഇത് കേന്ദ്ര ഗവൺമെൻറ്റാണ് റീഡിസൈൻ ചെയ്യേണ്ടതെങ്കിൽ അതിനാവശ്യമായ സമ്മർദ്ദം കേന്ദ്രത്തിൽ കൊടുത്ത് ആവശ്യമായ പരിഷ്കാരം വരുത്തണം. ഇനി കേരളത്തിലാണ് ഇത് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അടിയന്തരമായി ചെയ്യണം. കാരണം ജോബ് ചാർട്ടിലുള്ള അവ്യക്തതകൾ കൊണ്ട് ഉദ്യോഗസ്ഥർ വട്ടം കറങ്ങുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന ഫീൽഡ് തല വിവരങ്ങൾ. ഇതൊരു പക്ഷേ ചാനലുകളിൽ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം പലരും പേര് പറയാതെ, സ്ഥലം പറയാതെ എനിക്ക് മെസ്സേജുകൾ അയക്കുന്നത്. പിന്നെ അവരെ വിളിച്ച് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ അവർ പലരും മറുപടി തരുന്നവരുണ്ട്, തരാത്തവരുണ്ട്. എന്തായാലും തൊഴിലുറപ്പിലെ ജോബ് ചാർട്ട്, അതായത് ഓരോ ഉദ്യോഗസ്ഥരുടെ, അത് തൊഴിലാളികളുടെ അല്ല, ഉദ്യോഗസ്ഥരുടെ ജോലിയെ സംബന്ധിക്കുന്ന, കൃത്യമായ ഡ്യൂട്ടിയെ സംബന്ധിക്കുന്ന അവ്യക്തത വളരെ വലുതാണ്. അടിയന്തരമായ പഴഞ്ചൻ ജോബ് ചാർട്ടിനെ പുതുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. മിഷൻ ഡയറക്ടർ ഉൾപ്പെടെ വേണ്ടത് ചെയ്യണേ.